അല്ല ഇതെന്ത് ഉറക്കളപ്പ് സമരം? എന്തിനു വിറക്? അതൊക്കെ ഉണ്ട്. കത്തിക്കാനാ? കത്തിക്കാനും പത്തിക്കാനും ഒന്നുമില്ല, തീ കായനാ. ഇന്ന് എനിക്ക് ഉറക്കമില്ല. ഞങ്ങൾക്കും ഇനി ഉറക്കമില്ല. ഉറങ്ങുന്നില്ലെങ്കിൽ വേണ്ട. മല്ലീശ്വര മുടിന്ന് മടങ്ങി പോന്നപ്പോ കല്യാണിക്ക് വിഷമായി കാണൂലേ? അത് ശരി. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞാൽ നോട്ടീസ് അടിച്ചല്ലേ? ആരും മടങ്ങി പോയിന്നാ? ആരും എങ്ങോട്ടും പോയില്ല. പോകാൻ വിട്ടില്ല ദൈവം തമ്പുരാൻ. കല്യാണിക്ക് വിഷമായി എന്നുള്ള സത്യ. പക്ഷെ ഞാൻ പോയതുകൊണ്ടല്ല, അവിടെ അപ്പനാ പോയത്. എങ്ങോട്ട് പോയി? ഒടുക്ക എല്ലാരും പോകുന്നിടത്തേക്ക് തന്നെ പോയി. തട്ടിപ്പോയി. അങ്ങനെ അവളുടെ കൂടിൽ അവൾ ഒറ്റയ്ക്കായി. അവളെ നോക്കാൻ ആരുമില്ല. തികച്ചൊരു അനാഥക്കുട്ടി. കാട്ടിലായാലും നാട്ടിലായാലും പെണ്ണൊറ്റയ്ക്കായ പ്രശ്നമാണ്. എന്തു പറ്റിയല്ലേടി? വല്ല കുറുക്കനെ പുലിയോ മറ്റേ കണ്ട് പേടിച്ചോ? ഓ, ഇവനാണ്. அப்ப இல்லாதோண்டு எப்பவும் வந்து தொல்லை பண்ணிட்டே இருக்கு. ഇനിയിപ്പോ ഞാൻ എന്താ വേണ്ടത്? വീട്ടിൽ കൊണ്ടാക്കട്ടെ? വേണ്ട, അന്റെ ആൾ ഇനി വരും. എന്നാ പിന്നെ ഇന്ന് ഞങ്ങളുടെ ടെന്റിൽ താമസിക്കുന്നു. ടേക്ക്. കല്യാണി, കല്യാണി, ഇവിടെ വാടി മാനം കെട്ടവളെ. നീങ്ങളാ പുലിപ്പടം പിടിക്കാൻ വന്ന ആള്? അതെ. നിങ്ങൾ ഈ കാടിന്റെ നിയമം തെറ്റിച്ച് കല്യാണി ഇവിടെ പിടിച്ചു വെച്ചിരിക്കുക. ഇറക്കിവിട്. ഞാൻ ആരെയും പിടിച്ചു വെച്ചിട്ടില്ല. എനിക്ക് നിയമമൊക്കെ അറിയാനും വയ്യ. കാട്ടിലായാലും ശരി നാട്ടിലായാലും ശരി ഞാൻ ഒരു നിയമം ലംഘിക്കാറില്ല. കല്യാണി, വരുന്നു. ചോദിക്ക. നീ ഇവൾക്ക് സമ്മതമാണെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. സമ്മതം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എന്റെ പൊന്നൻ ചൊന്നത് ഉണ്മയാ. ഒന്നെ ഇങ്ങ് പിടിച്ചു വെച്ചിരിക്കാ. ഇല്ല. എടി, നിന്റെ പൊന്നനാ പറയുന്നത്. നീ വാ എന്റെ കൂടെ. നീ എന്റെ കാരുമല്ല, ദ്രോഹി. മൂപ്പ എന്നെ പിടിച്ചിട്ട് പോകാതെ മൂപ്പ. എന്നെ ഇവൻ കൂടെ വിടാതെ മൂപ്പ. കല്യാണി ഇങ്ങനെ വിടാതെ സ്വാമി. എന്താ കരടി അവളെ കൊല്ലും. ഞാനും കാട് കുറെ കണ്ടതാ മൂപ്പ. ഇനി കല്യാണി ഇവിടെ നിന്ന് കൊണ്ടുപോയാലാണ് കാട്ടിലെ നിയമം തെറ്റുന്നത് അല്ലേ? എനക്കാരുടെ ഒത്താശ ഒന്നും വേണ്ട ഇവിടെ പോറ്റാൻ. ഈ കുട്ടി 4 ലക്ഷം പഠിച്ച നീയാണെന്ന് കേട്ടു. അപ്പൊ നീ കാടുമല്ല നാടുമല്ല, രണ്ടും കെട്ട അവസ്ഥയാണ്. നിന്നെ കണ്ടപ്പോഴേ ഞാൻ കരുതുക ഇത് നല്ല രീതി തീരില്ലെന്ന്. നീ കളിക്കുന്ന പൊന്നനോട് അത് മറക്കണ്ട. ഇനി ആരൊക്കെ എതിർത്താലും ശരി, കല്യാണിക്ക് സമ്മതമാണെങ്കിൽ അവൾ ഇവിടെ താമസിക്കും, ഈ ടെന്റിൽ. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആ പാവത്തിന് അവിടെ വിട്ടിട്ട് പോരാൻ തോന്നിയില്ല. നടാഷ ഒരുപാട് നിർബന്ധിച്ചു നമുക്ക് കല്യാണിയെ ബോംബെ കൊണ്ടുപോകാൻ. ചോദിച്ചപ്പോൾ കല്യാണിക്ക് 100 സമ്മതം. എങ്ങനെയാണ് സിറ്റുവേഷൻ? ഒരു പറിച്ചു നടൽ. എന്നിട്ട് തേവരോടും കുട്ടികളോടും യാത്ര പറഞ്ഞിട്ട് വേഗം വരാമെന്ന് പറഞ്ഞിട്ടാ അവിടെ നിന്ന് ടെന്റിൽ നിന്ന് പോയത്. എന്നടാ കല്യാണിക്ക് കാണാനില്ലേ? കാട്ടിൽ മുഴുവൻ ആൾക്കാർ തെരഞ്ഞോണ്ടിരിക്കുക. கல்யாணி உன் கூட தானே தங்கியிருந்த? அது அவளை கிடைக்க வரைக்கும் நீ எங்கேயும் போக கூடாது, புரியுதா? அவளுக்கு ஏதாவது ஆச்சுன்னா நீ பதில் சொல்லி தாகணும். இனி தேடுறதுக்கு காலங்குழி மட்டும்தான் இருக்கு. வாங்கடா. ഇവനറിയാം കല്യാണിക്ക് എന്താ പറ്റി. ഈശ്വര, ആ കുട്ടി എങ്ങോട്ട് പോവാനാ? എങ്ങോട്ടും പോയിട്ടുണ്ടാവില്ല. ഇനിയെ പൊന്നൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ?
പിന്നെ ഈ കല്യാണിയെ പറ്റി ഇതുവരെ ഒരു വിവരമില്ല. ഇല്ല, ഒരു കിളിത്തൂവൽ പാറിപ്പോയതുപോലെ അവൾ ഈ താഴ്വരയിൽ നിന്ന് മാഞ്ഞുപോയി. മൂപ്പനടക്കമുള്ളവർക്ക് എന്നെയായിരുന്നു സംശയം. സത്യം അറിയുന്നതിന് മുമ്പ് ഞാൻ അവിടെ വിട്ട് പോയാൽ അതൊരു ഒളിച്ചോട്ടോ. അതുകൊണ്ട് ഞാനെങ്ങും പോയില്ല. എവിടെ പോവാൻ? എന്നോട് അടുക്കുന്നവരൊക്കെ എന്നെ വിട്ടു പോവുകയാണ്. അതാണ് എൻ്റെ വിധി. മതി എൻ്റെ കഥ കേട്ടത്. നേരം വിളിച്ചാൽ അതേ സമയമില്ല. ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളതല്ലേ. പോയിക്കിടന്ന് തുടങ്ങി. ഞാനും ഏതാണ്ട് എത്തേണ്ടടുത്ത് എത്തി. അപ്പോൾ ഈ കാട്ടിൽ നിന്ന് ബോംബെയിലേക്ക് എപ്പോഴാണ് മടങ്ങിപ്പോണേ? മടങ്ങണം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് കുറച്ച് ജോലിയോട് ചെയ്തു തീർക്കാനുണ്ട്. ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എന്താ ഉറക്കം വരുന്നില്ലേ? ഉറങ്ങാൻ പറ്റില്ല, എനിക്കറിയാം. ഈ കക്ഷിയെ ഇപ്പൊ എല്ലാ ഗസ്റ്റ് ഹൗസിലും കാണാമല്ലോ. ഇപ്പൊ വലിയ ഡിമാൻഡ് ഇല്ല. 2 ആഴ്ച മണ്ണി കുടിച്ചിട്ടിട്ട് 100 വർഷമായെന്നും പറഞ്ഞ് ഏതെങ്കിലും വിദേശിയെ പറ്റിക്കാം. ഇരിക്കട്ടെ. ഓ, പട്ടിണി കോലവാ. ഗോൾഡെന്ന് പറഞ്ഞ് വിൽക്കാം. ഇതാര്? ഐശ്വര്യ റോയോ? അവളെ വേഷത്തെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ചാക്കിലോട്ട് കയറിക്കും. ഇങ്ങി പോരട്ടെ. മെഴുകുതിരി സ്റ്റാൻഡ്. ഏയ്, TV ഇതിപ്പോ ഇൻസ്റ്റാൾമെന്റിലും കിട്ടും. പൂട്ടിയിരിക്കുക. പഴയ ഗ്രാമഫോൺ. ഇതിന്റെ വിലകൾ ഇപ്പൊ ഫുട്പാത്തിലും കിട്ടും. വർക്കിംഗ് കണ്ടീഷൻ. ചേട്ടാ,